ഹായ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ചോക്ലേറ്റ് കപ്പ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് പാല്, അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ അരക്കപ്പ് ചെറിയ ചൂടുവെള്ളം എടുത്തതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനായിട്ട് 1.5 കപ്പ് മൈദ, അതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഈ പൊടികളുടെ എല്ലാ ഭാഗത്തുമായിട്ട് എത്തണം കേട്ടോ. പിന്നെ നമ്മൾ അതിന് ശേഷം ചെയ്യുന്നത് ഒരു 2 എഗ്ഗ് എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബീറ്റർ ഉപയോഗിക്കണില്ല, ഈ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. അതിലേക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബട്ടർ മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോഫി മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് ആദ്യം മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും, പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ പതുക്കെ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ മിക്സിങ് കറക്റ്റായിട്ട് എത്തണം. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ എഗ്ഗിൻ്റെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ എഗ്ഗിൻ്റെ മിക്സും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നത് കാണിക്കാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഓവർ തിക്കല്ല കേട്ടോ, കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു കപ്പ് കേക്ക് മോൾഡ് എടുത്തിട്ട് അതിലേക്ക് കപ്പ് കേക്ക് ലൈനേഴ്സ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഓവൻ ഇല്ലാത്തവരാണെച്ചെങ്കിൽ നമ്മൾ സാധാ വെള്ളം കുടിക്കുന്ന പേപ്പർ കപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ഒരു മോൾഡിൽ ഞാൻ 12 കപ്പ് കേക്കിൻ്റെ ലൈനേഴ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു 4 കപ്പ് കേക്കും കൂടി ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 180 ഡിഗ്രിയിൽ ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓരോരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ചിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഈ കപ്പ് കേക്ക് നമ്മുടെ ഒരു ബ്രൗണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതും കൂടി ഫുള്ളായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.